കഴിഞ്ഞ ദിവസമാണ് കാളികാവില് കുഞ്ഞാലി സ്മാരക അനുസ്മരണം, കുഞ്ഞാലി രക്തസാക്ഷിത്വ അനുസ്മരണം, ധീര രക്തസാക്ഷി കുഞ്ഞാലി അനുസ്മരണ പരിപാടി കാളികാവില് സംഘടിപ്പിച്ചത്. ഇപ്പോ അതില് എൻ ഷംസീർ പറഞ്ഞ ചില വാക്കുകൾ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോഴേ പുറത്തേക്ക് വരുന്ന മറ്റു ചില വാർത്തകളുണ്ട്. മലപ്പുറത്തെ CPM-ന് KT ജലീലിനെ വേണ്ട എന്നുള്ളതാണ്. ജലീലിനെ ഈ മലപ്പുറം ജില്ലയിലെ സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ പരിപാടികളാണ് അവർക്ക് ഈ സംഘടിപ്പിക്കാനായിട്ട് സാഹചര്യമുള്ളത്. വളരെ അപൂർവമായ സ്റ്റേജ് പരിപാടികളൊക്കെയാണ് അവർക്ക് സംഘടിപ്പിക്കാൻ സാധാരണഗതിയിൽ സാധിക്കുന്നത്. അപ്പോൾ ആ കാളികാവില് കുഞ്ഞാലി അനുസ്മരണ സമ്മേളനം നടത്തിയിട്ട് കുഞ്ഞാലി എന്ന് പറയുന്ന രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം നടത്തിയിട്ട്, ഞാൻ സഖാക്കളുടെ ഭാഷയിലാണ് രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അനുസ്മരണ സമ്മേളനം നടത്തിയിട്ട് അതിലെ ജലീലിനെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മെമ്പർഷിപ്പ് എടുത്ത ജലീലാണ്. നിങ്ങൾ ആലോചിക്കണം, ജലീല് പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നവനല്ല, പാർട്ടിക്കകത്ത് ഭാര്യയെയും കൂട്ടി പാർട്ടിയിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് പാർട്ടിയുടെ മെമ്പർമാർ അംഗങ്ങളായിട്ട് പോലും മലപ്പുറം ജില്ലയിലെ പാർട്ടിക്ക് ജലീലിനെ വേണ്ട. മലപ്പുറം ജില്ലയിലെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ജലീലിനെ വേണ്ട. ജലീലിനെ പങ്കെടുപ്പിക്കണ്ട എന്നും, ജലീലിന് സുഖമില്ല, ജലീലിന് എന്തെങ്കിലും അസുഖം പിടിച്ചെന്നല്ല ഞാൻ പറയുന്നത്. പാർട്ടിക്ക് ജലീൽ അത്ര ഒരു ബോധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി എന്താ ചെയ്തത്? പുറത്തുനിന്ന് ആളെ ഇറക്കി. എൻ ഷംസീറിനെ ആലോചിക്കണം, മലപ്പുറത്തെ ചുൽത്താനാണെന്നൊക്കെ അവകാശപ്പെട്ട് നടക്കുന്ന, ഏതുപോലെ നരേന്ദ്രമോദി വിശ്വഗുരു വീർ സവർക്കർ എന്നൊക്കെ അവകാശപ്പെട്ടതുപോലെ മലപ്പുറത്തെ ചുൽത്താനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ജലീലിന് കാളികാവില് പരിപാടിയിലേക്ക് വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നു ഷംസീറിനെക്കാളും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ജലീല്. പക്ഷെ ജലീലിനെ കൊണ്ടുവന്നില്ല. ജലീല് വേണ്ടെന്ന് സംഘാടകർ തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷംസീറിനെ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഷംസീറിനെ മലപ്പുറം ജില്ലക്ക് പുറത്ത് നിന്ന് ഷംസീറിനെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഷംസീർ പാർട്ടിയുടെ ഒരു സംസ്ഥാന ഇതിൽ ഇല്ല. മാത്രമല്ല MLA-യോ MP-യോ അങ്ങനെ കസേരകളൊന്നുമില്ല. എന്നിട്ടും ജലീലിനെ തഴഞ്ഞ് ഷംസീറിനെ കൊണ്ടുവന്നു. അപ്പം ഇതാണ് ജലീലിനെ ഇപ്പോൾ വല്ലാതെ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. അപ്പം ജലീല് ആ അസ്വസ്ഥത പരസ്യമായി പ്രകടിപ്പിച്ചു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. താൻ മെമ്പർഷിപ്പ് എടുത്തിട്ടും, താൻ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടും, കാവുംപുറത്ത് താൻ ഉണ്ടായിട്ടും തന്നെ പരിപാടിയിലേക്ക് പങ്കെടുപ്പിച്ചില്ല. കാവുംപുറത്ത് ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പരിപാടി ഇപ്പോൾ ഇന്നലെ, അതായത് മെനിഞ്ഞാന്ന് ചൊവ്വാഴ്ച ഒരു സുപ്രഭാതത്തിൽ ചൊവ്വാഴ്ച രാവിലെ തീരുമാനിച്ചു, ചൊവ്വാഴ്ച വൈകുന്നേരം പരിപാടി നടത്തി, അങ്ങനെയൊന്നല്ലല്ലോ. ഈ കുഞ്ഞാലി രക്തസാക്ഷിത്വം 57ാമത് രക്തസാക്ഷിത്വ ദിനമാണ്. അപ്പോൾ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ഗസ്റ്റിനെ, ഈ പറയുന്ന ഷംസീറിനെയൊക്കെ വിവരം അറിയിച്ച് ഷംസീറിൻ്റെ ഡേറ്റ് കൂടിയൊക്കെ നോക്കിയിട്ടാണ് പരിപാടി ഒക്കെ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസം ഒക്കെ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട ഒരു പരിപാടിയിൽ തന്നെ വിളിച്ചില്ല, തന്നെ ക്ഷണിച്ചില്ല. അപ്പോൾ ആരോടോ ജലീൽ പറഞ്ഞു അത്രേ, കുഞ്ഞാലി അനുസ്മരണത്തിൽ തന്നെ മുഖ്യ പ്രഭാഷകനായി ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി, ഈ പറഞ്ഞ സംഘാടകർ CPM-ന്റെ ആളുകളാണല്ലോ നടത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു ജലീല് വേണ്ട. അങ്ങനെയാണ് ഷംസീറിലേക്ക് എത്തിയത് എന്നാണ് ജലീലിന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. ആവശ്യപ്പെട്ടിട്ടും തന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടും മെമ്പർഷിപ്പ് എടുത്തിട്ടും, അതും താനും ഭാര്യയും കൂടി മെമ്പർഷിപ്പ് എടുത്തിട്ടും പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ല, വിളിച്ചില്ല, ക്ഷണിച്ചില്ല, ഇതിൻ്റെ ഭാഗമാക്കിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് മൂപ്പരുള്ളത്. ഇപ്പോൾ മൂപ്പര് അതിൻ്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് മൂപ്പരെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്താണെങ്കിലും ഈ പറയുന്ന എന്താ പറയുക, ചില ആളുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജലീലുമായിട്ട് ബന്ധമുള്ള ആളുകൾ പറയുന്നത്, ജലീൽ അതിലൊരു അത്ര
ഇതില്ല. കാരണം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ കാരണം തനിക്ക് ഇങ്ങനെ കൊലായ്മ നിൽക്കാൻ പറ്റൂല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. മെമ്പർഷിപ്പ് എടുത്തിട്ടും ഇപ്പോൾ കൊലായിലും ഇല്ല, മുറ്റത്തേക്ക് ഇറക്കി നിർത്തിയ പോലെയാണ് അവസ്ഥ എന്നാണ് ജലീൽ തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ജലീൽ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. കാരണം മലപ്പുറം ജില്ലയിൽ ജലീൽ പറയുന്നത്, മലപ്പുറം ജില്ലയിൽ ഈ കുറച്ച് മാപ്പിള സഖാക്കളുണ്ടല്ലോ, ഈ മാപ്പിള സഖാക്കൾക്കൊക്കെ എന്താണ് ജലീലിനോട് വലിയ താല്പര്യമാണ്. പക്ഷെ മലപ്പുറം ജില്ലയിലെ പാർട്ടി മലപ്പുറം ജില്ലയിലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടിക്ക് ജലീലിനോട് താല്പര്യമില്ല എന്നാണ് ജലീൽ തന്നെ പറയുന്നത്. എന്നെ ഇവിടുത്തെ മാപ്പിള സഖാക്കൾക്ക് വല്ല കാര്യമാണ്, ഞാൻ അവലെ സുൽത്താനാണ്, പക്ഷേ പാർട്ടിക്ക് ഒരു താല്പര്യക്കുറവ്. പാർട്ടിക്ക് എന്താ പറയേണ്ടത്, അങ്ങനെ തന്നെ അതന്നെ ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. പാർട്ടിക്ക് എന്തോ ഒരു തൊട്ടുകൂടായ്മ തന്നോടുണ്ട് എന്ന് ജലീൽ തന്നെ പറയാണ്. ഇപ്പം നമ്മളാരും പറയണല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂപ്പർക്ക് ഇപ്പോൾ ഇതാണ് മൂപ്പരെ വല്ലാതെ ചൊടിപ്പിച്ച കാര്യം. തന്നെ ക്ഷണിക്കാതെ ഷംസീറിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തി. ഇപ്പം മൂപ്പ് ചോദിക്കുന്നതിലൊരു ന്യായമുണ്ട്, ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം കഷ്ടപ്പെട്ട് 10-20 വർഷക്കാലം കൊലായ്മ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് ലിവിങ് ഏരിയയിലേക്ക് കയറി, സോഫയിൽ കയറി ഇരുന്ന് ഉള്ളിൽ അവിടെ ഇരുന്ന് TV കാണലും പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെയൊക്കെ കയറി ഇരുന്നിട്ടും മലപ്പുറം ജില്ല, ഇതിപ്പോൾ കണ്ണൂരൊന്നല്ലല്ലോ, പാർട്ടിക്ക് നിരന്തരമായി യോഗങ്ങൾ നടത്താനും നിരന്തരമായി പരിപാടി വെക്കാനൊക്കെ കണ്ണൂർ ജില്ല ഒന്നല്ലല്ലോ, ഇത് മലപ്പുറം ജില്ല. ആണ്ടിലും കൊല്ലത്തിലും ഒരു പരിപാടി കിട്ടിയാലായി. അപ്പോൾ അങ്ങനത്തെ ഒരു ജില്ലയിൽ പരിപാടി നടത്തിയിട്ട് തന്നെ ക്ഷണിക്കാത്തതിൽ വല്ലാത്ത വേദന, വലിയ സങ്കടമുണ്ട് കേട്ടോ, വലിയ സങ്കടമുണ്ട്. കൊച്ചാപ്പപ്പോൾ ആകെപ്പാടെ കുടുങ്ങി കിടക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്താ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടും പാർട്ടിക്ക് എന്താ ജലീലിനോടൊരു ഐത്തം, അതെനിക്ക് മനസ്സിലാവണില്ല. ഇത്രകാലം മെമ്പർഷിപ്പ് ഇല്ലാണ്ട് പുറത്ത് നിന്ന്, എന്നാൽ പിന്നെ അന്ന് മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് കരുതാം. ഇന്നിപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടും മൂപ്പർക്കൊരു ഐത്തം. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, ഇപ്പോൾ പാർട്ടി മലപ്പുറം ജില്ല വിട്ടാൽ പാർട്ടിക്കും അവിടുത്തെ ആളുകൾക്കൊക്കെ തന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ മലപ്പുറം ജില്ലയിലാണ് എനിക്ക് പ്രശ്നം, അവിടെ പാർട്ടിക്കും തന്നെ വേണ്ട എന്നുള്ള ഒരു തോന്നൽ ജലീലിൻ്റെ മനസ്സിലുണ്ട്. ജലീലിന് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും, സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല, വല്ലാത്ത സങ്കടത്തിലാണ് മൂപ്പര്, ധർമ്മസങ്കടം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കഷ്ടപ്പെട്ട് തൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ വേണ്ടി പോയി മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല, എന്നിട്ടും പരിഗണിക്കുന്നില്ല. ഈ മാറ്റി നിർത്തൽ തന്നെ മാറ്റി നിർത്തൽ. അപ്പം അതിനെന്താ കാര്യം? ഇപ്പോൾ പിണറായി സഖാവിനോട് മൂപ്പര് സ്വകാര്യം പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. മെമ്പർഷിപ്പ് എടുത്തിട്ടും മലപ്പുറം ജില്ലയിലെ പാർട്ടി പരിപാടികൾക്ക് തന്നെ മാക്സിമം വിളിക്കുന്നില്ല, മാക്സിമം ഒഴിവാക്കുകയാണ്, മാറ്റി നിർത്തുകയാണ് എന്നുള്ള ഒരു പരാതി ജലീൽ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ ജലീലിനോട് അങ്ങനെയും കേൾക്കുന്നുണ്ട്. മലപ്പുറത്തെ വീട് വിറ്റിട്ട് കണ്ണൂർ ധർമ്മടത്തൊരു വീട് വാങ്ങാൻ പിണറായി സഖാവ് ഉപദേശിച്ചു എന്നും കേൾക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. ഇതിലുള്ളതാ ഈ വീട് വാങ്ങലിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പരിപാടി കാളികാവിലെ പരിപാടിക്ക് കുഞ്ഞാലി അനുസ്മരണത്തിൽ വിളിക്കാതിരുന്നത് പാർട്ടി തീരുമാനിച്ച, പാർട്ടി എന്ന് പറഞ്ഞാൽ സംഘാടകർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അത് വേണ്ട, ജലീൽ പറ്റൂല എന്ന് പറഞ്ഞു. ജലീലിനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷംസീറിനെ പങ്കെടുപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും വല്ലാത്തൊരു ഗതികേട് തന്നെ, വല്ലാത്ത ഗതികേട് തന്നെ. മെമ്പർഷിപ്പ് എടുത്തിട്ടും പാർട്ടി നടത്തുന്ന പരിപാടിക്ക്, പാർട്ടിയുടെ ഒരു എന്താ പറയേണ്ടത്, രക്തസാക്ഷി അനുസ്മരണ പരിപാടി ആകപ്പാടെ മലപ്പുറം ജില്ലയിൽ ആകെ ആണ്ടിലും കൊല്ലത്തിലും നടത്താൻ പറ്റിയ ഒരു പരിപാടി ഇതേ ഉള്ളൂ. അതിലൊന്നത് ആ പരിപാടിയിൽ താൻ മലപ്പുറത്തുകാരനായി മെമ്പർഷിപ്പ് എടുത്ത് ഉണ്ടായിട്ടും വീട്ടിലിപ്പോൾ ഈച്ചിനെ കാട്ടി ഇരിക്കുകയാണ്, എന്നിട്ടും വിളിച്ചില്ല എന്നുള്ള ഒരു സങ്കടത്തിലാണ് ജലീലുള്ളത്. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജലീൽ പങ്കെടുക്കുന്ന പരിപാടികൾ നിങ്ങൾ നോക്കി, ജലീൽ മലപ്പുറത്ത് ആകെ നടത്തുന്നത് വാർത്താ സമ്മേളനം മാത്രമാണ് വീട്ടിലിരുന്നിട്ട്.
മനസ്സിലായില്ലേ? അതല്ലാതെ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളൊന്നും മലപ്പുറം ജില്ലയിൽ ജലീലിനെ അടുപ്പിക്കാറില്ല. മലപ്പുറത്ത് അപ്പുറത്തുണ്ട്, ഇനിയിപ്പോൾ നേരെ അപ്പുറത്തേക്ക് ഇറങ്ങിയ മണ്ണാർക്കാട് പാലക്കാട് എത്തി, അവിടെ പരിപാടിയിൽ വിളിക്കലുണ്ട്. ഇനി കോഴിക്കോട് ജില്ല അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടുണ്ട്, ഇനി ബാക്കി പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ബാക്കിയുള്ള ഒരു പരിപാടിയിലും മലപ്പുറത്ത് ഇങ്ങനത്തെ ഔദ്യോഗിക പരിപാടികളിലൊന്നും ഒരു 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 തിരിഞ്ഞു നോക്കണില്ല. അത് എനിക്കും തോന്നിയിട്ടുണ്ട് മുമ്പ്. എന്താണെങ്കിലും ജലീലിനെ ഇപ്പോൾ ഏറ്റവും വിഷമിപ്പിച്ചത്, കാരണം മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോൾ അത്രയല്ലേ ദിവസമായിട്ടുള്ളൂ. മെമ്പർഷിപ്പ് എടുത്ത് അതിനുശേഷം മലപ്പുറം ജില്ലയിൽ, തൻ്റെ ജില്ല എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു കാര്യപ്പെട്ട പരിപാടി അല്ലേ, കുഞ്ഞാലി ധീരരക്തസാക്ഷി കുഞ്ഞാലി അനുസ്മരണം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഇമോഷൻ കൂടിയുണ്ട്, ഒരു ഇമോഷണൽ ടച്ചുള്ള പരിപാടി. കുറച്ചുകൂടി ആളുകളുമായിട്ട് ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ, കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പരിപാടി അല്ലേ. കാരണം ഒരു മനുഷ്യൻ, ഒരു സഖാവും മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അവസരമുണ്ടായിരുന്ന പരിപാടിയിൽ തന്നെ ക്ഷണിക്കാതിരുന്നത്, താൻ ആവശ്യപ്പെട്ടിട്ടും ക്ഷണിക്കാതിരുന്നത്, അത് ജലീലിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂപ്പർ എന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നോക്കുക, നമുക്ക് എന്താണ് സ്ഥിരീകരണം, എന്തെങ്കിലും നമുക്കൊരു ഇത് വേണമല്ലോ പറയുന്ന കാര്യത്ത് അപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരീകരണം വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ ബാക്കിയുള്ളത് പറയുന്നില്ല, ചിലതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എത്രമാത്രം അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. ഇതുള്ളതാ ഇങ്ങനെ ഓരോ സങ്കടം മൂപ്പരെ മനസ്സിൽ കയറിക്കൂടി. മൂപ്പരത് പരസ്യമായിട്ട് ചില ആളുകളോട് പറഞ്ഞു, രഹസ്യമായിട്ട് ചില ആളുകളെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുത്തിട്ടും മലപ്പുറം ജില്ലയിലെ പാർട്ടി തനിക്ക് വേദി തരുന്നില്ല എന്നുള്ള ഒരു സങ്കടത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ പലതും കേൾക്കുന്നുണ്ട്. നോക്കുക നമുക്ക്.